ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രുദ്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കൂടിയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ സുഹൃത്തും എഴുത്തുകാരനുമായ ശ്രീ വിനോദ് നീട്ടിയത്തിൻ്റെ ഫാക്ടറിയിലേക്കാണ്. പ്രധാനമായിട്ടും എന്താണ് ഈ കമ്പനിയിൽ? ഹൈഡ്രോളിക് സിലിണ്ടറാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹൈഡ്രോളിക് സിലിണ്ടർ. അതെ. ഇത് സിമെന്റ് ഫാക്ടറി, സ്റ്റീൽ പ്ലാന്റ്, പിന്നെ നമ്മുടെ JCB പോലുള്ള മെഷീനില്ലേ, അതിലാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം. ശരി ശരി. ഞങ്ങൾ രണ്ട് പാർട്ട്ണർമാരാണ്. ഞങ്ങൾ എല്ലാവരും ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വിനോദ് തൃശ്ശൂർ മുള്ളൂർക്കര സ്വദേശിയാണ്. ഗുജറാത്തിൽ വന്നിട്ട് എത്ര വർഷമായി? എന്താണ് വരാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ വന്നിട്ട് 20 വർഷമായി. ഇന്നാണ് ഡേറ്റ്. ഈ മെയ് 27-നാണ് ഞാൻ 2004 ഇവിടെ വന്നിറങ്ങി. ഓക്കെ. നമ്മൾ നാട്ടിൽ ഒരുപാട് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പഠിക്കുന്ന സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്ന് വീട്ടിൽ. അങ്ങനെ അവിടുന്ന് അച്ഛൻ്റെ അനിയനുണ്ട് ഇവിടെ ഗുജറാത്തിൽ. അപ്പോൾ അവിടേക്ക് അച്ഛൻ നമ്മളെ കയറ്റി പറഞ്ഞേക്കായിരുന്നു ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു 5-6 ജോലി ചെയ്തിട്ട് അവസാനം ജോലി ചെയ്ത കമ്പനിയിലത്തെ സ്റ്റാഫുകളാണ് ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. നമ്മളൊപ്പം ജോലി ചെയ്ത എൻ്റെ പാർട്ട്ണറാണ് ഭഗവാൻ ഗുജ്ജർ. ഞങ്ങളൊപ്പം ജോലി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടും പാർട്ട്ണറാണ്. 2011 തൊട്ടിട്ട് ഇപ്പോൾ 13 വർഷമായി. ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു കമ്പനി. ചെറിയ ചെറിയ കമ്പനികൾ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ചെറിയ സെറ്റപ്പിൽ. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങി ഇവിടെ നമ്മൾ കമ്പനി ഉണ്ടാക്കി. അപ്പോൾ ഈ നമ്മുടെ ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ പണിയാൻ നമ്മുടെ മുള്ളൂർക്കരന്നാണ് നമ്മുടെ പിള്ളേർ വന്ന് ഇതിൻ്റെയൊക്കെ പരിപാടി നമ്മുടെ കാഞ്ഞിശ്ശേരിക്കാർ മുള്ളൂർക്കരക്കാരാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിനോദിനെ മുമ്പ് കേട്ടതിൽ നിന്നും മനസ്സിലാക്കിയത് അന്നത്തെ ഒരു പരാജിതൻ വിജയത്തിന്റെ പടവുകൾ കയറി ഇപ്പൊ നമ്മൾ വേരുകള് ഗുജറാത്ത് അഹമ്മദാബാദില് വേരുകൾ ആഴ്ത്തി നമ്മൾ ഇവിടുത്തെ ഒരാളായി, സക്സസ് മാനായി. സക്സസ് മാൻ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ താമസം മക്കളുടെ പഠിപ്പൊക്കെ ഇവിടെയാണ്. പക്ഷെ എല്ലാ മാസവും മിക്കവാറും നാട്ടിൽ പോകേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ ലൈഫിൽ. അതെ, അതാണ് പറഞ്ഞിട്ട് വന്നത്. ഗുജറാത്തിലെ വേരുകൾ ആഴ്ത്തിയത് തൃശ്ശൂർക്കാരെ എന്ന് മാത്രമല്ല, താങ്കൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത് മുള്ളൂർക്കരക്കാരാണ്. അവിടുത്തെ എല്ലാ സംരംഭങ്ങൾക്കും പിന്നില് പ്രവർത്തിച്ചതും ഈ ഒരു വിജയത്തിലേക്ക് ആ പടവുകൾ പണിതതും നമ്മൾ തന്നെയാണെങ്കിലും അതിന്റെ എല്ലാത്തിലും താങ്കൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയുള്ള. മുള്ളൂർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ചുകൂടി വിഷമവും. കാഞ്ഞിരശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കംപ്ലൈന്റ് എപ്പോഴും. നമ്മൾ ഇന്റർവ്യൂവിന് എപ്പോഴൊക്കെ പോയിരിക്കുമ്പോൾ മുള്ളൂർക്കര എന്നല്ലേ പറയാ. അപ്പോൾ അവർ ഇനി കാഞ്ഞിരശ്ശേരി എന്ന് പറയടാ, കാഞ്ഞിരശ്ശേരി പറയും. അല്ല, ഞാൻ വിനോദിനെ ഞാൻ പരിചയപ്പെടുന്നത് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വെച്ചാണ്. അവിടെ ചീങ്കണ്ണി അസ്റ്റ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അതിനു മുൻപ് വിനോദിൻ്റെ ഒരു പുസ്തകം കൂടി ഉണ്ട്, അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അവിടെ വെച്ചാണ് വിനോദിനെ പരിചയപ്പെടുന്നത്. ഇന്നിപ്പോൾ യാദൃശ്യമായിട്ടാണ് നമ്മൾ അഹമ്മദാബാദിൽ വെച്ച് കണ്ടുമുട്ടിയത്. ഇന്നലെ ഞങ്ങൾ വിനോദിൻ്റെ ഗസ്റ്റായിരുന്നു. അവിടെ നിന്നാണ് വിനോദിൻ്റെ കമ്പനീനെ കുറിച്ച് കേട്ടപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതൊന്ന് കാണാം, ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ മലയാളികൾക്ക് ഒരു ചെറിയൊരു അഹങ്കാരമുണ്ട്. മലയാളികൾ മറ്റ് നാടുകളിൽ ചെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെയാണ്. പ്രത്യേകിച്ച് വിനോദ് തൃശ്ശൂർക്കാരനാണെന്നുള്ള നിലയിൽ, ഞാനൊരു തൃശ്ശൂർക്കാരിയാണെന്നുള്ള നിലയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് മക്കളെ പഠിപ്പിച്ച് നമ്മൾ ഇവിടുത്തെ ഒരാളായി അറിയപ്പെടുക. പക്ഷെ അപ്പോഴും മനസ്സിൽ മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരിക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ്. വിനോദിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് പുള്ളി മലയാളി അല്ല, ജയ്പൂരാണ് ആളുടെ സ്ഥലം. ജയ്പൂർ. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഞങ്ങൾ പണ്ട് ജോലി ചേർന്ന കമ്പനിയിലത്തെ ഒരു വർക്കറായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഇയാൾ ജനിക്കുന്നതിന് മുമ്പ്. അങ്ങനെ 10-12 വയസ്സുള്ളപ്പോൾ അവിടുന്ന് അധികം സ്കൂളിലൊന്നും പോയിട്ടില്ല. ആ സമയത്ത് അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അച്ഛൻ ഇവിടുന്ന് റിട്ടയർ ആകുമ്പോൾ മകനെ റിട്ടയർ പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇവനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ്. അവിടുത്തെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക ആ കമ്പനിയിൽ. അങ്ങനെ അവിടെ ഒരു സഹായിയായിട്ട് നിന്നിട്ട് പിന്നെ കുറേശ്ശെ വർക്ക് പഠിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കമ്പനിക്കാരായിട്ട് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ആളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഞാനവിടെ ജോലിയുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് സംസാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ
അന്ന് ഞാൻ മാർക്കറ്റിങ്ങിലായിരുന്നു അവിടെ. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. എനിക്കാണെങ്കിൽ ഓർഡർ കൊണ്ടുവരാനുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സംസാരിച്ചിട്ടാണ് ഇത് ചെറിയൊരു സ്ഥലം, ഒരാൾക്ക് ഒരു 2-3 പേർക്ക് നിൽക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു മെഷീൻ അത് അതിൽ തുടങ്ങിയത്. പിന്നെ നമ്മൾ ആ കമ്പനിയിലത്തെ ആൾക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ ആയ കാരണം അവർ ഓരോരുത്തരും നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വരാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 12 പേര് ആ കമ്പനിയിൽ നിന്ന് പലപ്പോഴായിട്ട് ഈ 12 വർഷത്തിനിടയ്ക്ക് ജോലി വിട്ട് അങ്ങോട്ട് നമ്മുടെ കൂടെ കൂടി. ഇപ്പം നമ്മളവരെന്നെ ഇപ്പോൾ അന്ന് ഞങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ ജോലിയുണ്ട്. ഞങ്ങൾ അന്ന് അവരെ സാറെന്ന് വിളിച്ചത് അന്ന്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ വിളിക്കുക. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാണ്. ഇപ്പം നമ്മളെല്ലാവരും ശമ്പളം കൊടുക്കണേ, എന്നിട്ട് നമ്മളവരെ സാറെന്ന് വിളിക്കും. വിനോദ് പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അന്ന് തൃശ്ശൂര് ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തൃശ്ശൂരത്തെ പ്രശസ്തനായിട്ടുള്ള കല്യാൺ സ്വാമി പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു 18 വയസ്സ് ഉദ്ദേശമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കട അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. ഒരു കട അദ്ദേഹത്തിനായിട്ട് ഏൽപ്പിച്ചു. അത് ഏൽപ്പിച്ചപ്പോൾ അതിൽ 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിൽ 2 സ്റ്റാഫ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ഒരു സ്റ്റാഫിനെ പുള്ളി കളഞ്ഞോ എന്ന് വിചാരിക്കും. ഇല്ല, അദ്ദേഹം മരിച്ചു പോയതാണ് എന്നിങ്ങനെ കല്യാൺ സ്വാമി പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഏതൊരു സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ മുതലാളിയുടെ വിജയം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ കയ്യിലിരിക്കുന്ന സംഭവമാണ്. ആ തൊഴിലാളിയുടെ ആത്മാർത്ഥതയാണ്. അതിനേക്കാളും വലിയ സന്തോഷം തോന്നിയത് ഇപ്പോൾ വിനോദ് ഇവരെ സാറിന് വിളിക്കണു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തൊഴിലാളീനെ മുതലാളി സാറിന് വിളിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതന്നെ കോട്ട് ചെയ്ത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ചരിച്ച ഒരു സ്ഥലത്ത് കണ്ടത് അവിടുത്തെ മുതലാളി ചെരുപ്പ് വെച്ചിട്ട് ആ ചെരുപ്പ് കാണാണ്ടായി പോയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തൊഴിലാളിനെ ചവിട്ടണത് അതും നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായി. നമ്മൾ മനുഷ്യരെ എത്ര ഒരു മനുഷ്യൻ ഒരു ഉന്നത കുലത്തിൽ ജനിക്കുന്നു എന്നുള്ളത് അവന്റെ കഴിവല്ല, അവിടെ ജനിക്കുന്നത് കൊണ്ട് ആ കുലം കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് സ്വത്തുണ്ട്. നമ്മളുടെ മാതാപിതാക്കള് അവർ കൈമാറി വന്ന സ്വത്ത് നമുക്ക് കിട്ടണം എന്നുള്ളതിലും നമുക്ക് വലിയ അഭിമാനിക്കേണ്ട കാര്യമില്ല. അത് നമ്മളുടെ കഴിവല്ല. അതേസമയം നമ്മളായിട്ട് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് ചെല്ലുക, നമ്മളായിട്ട് സമ്പാദിക്കുക, നമ്മളായിട്ട് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അയാളുടെ മനസ്സിന്റെ ഒരു ഇതും നമ്മൾ എങ്ങനെ ജീവിക്കണം, എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതല്ല, ആ വർഷത്തിൽ എത്രത്തോളം ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ വിനോദിനെ പരിചയപ്പെട്ടതിൽ, വിനോദ് സുഹൃത്താന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നത് ഇതാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഇദ്ദേഹം പാർട്ട്ണറായിട്ട് ഉണ്ടാവുക, ഇപ്പോഴും നമ്മൾ ആ പാർട്ട്ണറെ പറ്റി നല്ല വാക്കുകൾ പറയാം, നമ്മളുടെ തൊഴിലാളികൾ നമ്മളോടൊപ്പം ഉണ്ടാവുക. പിന്നെ ഇതിലൊക്കെ ഓരോ നിമിത്തം എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തെ പുറത്താക്കിയത് പോലും വളരെ നല്ലൊരു സമയത്തായിരുന്നു. വിനോദിന്റെയും കൂടി നല്ലൊരു സമയത്താണ് അതുണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം ചേർന്ന് വേറൊരു ഭാഷക്കാരൻ, വേറൊരു ദേശത്തുള്ള ആള്, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ ഉണ്ടായത് വലിയൊരു വിജയമാണ്. വലിയൊരു വിജയം, കുറേ പേരുടെ ജീവിതങ്ങൾക്ക് നമ്മൾ വഴികാട്ടിയാവാണ്. അതന്നെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലത്തെ വിജയം എന്ന് കണക്കാക്കാം. അതൊക്കെ എല്ലാം കൂടി നമ്മൾ ഇവിടുന്ന് കാണും. വിനോദിൻ്റെ കമ്പനിയും വിനോദിൻ്റെ പരിസരങ്ങൾ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വിനോദ് സക്സസ് മാൻ തന്നെ, വളരെ രീതിയിൽ ഉയർന്നിട്ടുള്ള നല്ലൊരു സക്സസ് മാൻ. കാരണം സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ചിന്തകൾ കൊണ്ട് വളർത്തിയെടുത്ത ഒരു സ്ഥാപനം, അത് നല്ല രീതിയിൽ ആളുകളെ കൊണ്ട് നല്ലത് പറയിച്ചുകൊണ്ട് മുന്നേറുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. വലിയ സന്തോഷമാണ് ഇവിടെ ഒന്ന് പരിചയം. Right.